പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ആരാധക പിന്തുണയുള്ള ഒരു ക്ലബ്ബ് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. എന്നാൽ ഇതുവരെയായിട്ടും ഇത്രയും ആരാധക പിന്തുണയുള്ള ബ്ലാസ്റ്റേഴ്സിന് ഒരു കിരീടം നേടാൻ സാധിച്ചിട്ടില്ല. ISL കിരീടം എന്നല്ല, ഒരു മേജർ ട്രോഫി പോലും ബ്ലാസ്റ്റേഴ്സിന് നേടാനായിട്ട് സാധിച്ചിട്ടില്ല. ബ്ലാസ്റ്റേഴ്സ് ആകെ നേടിയിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീം വഴി ഡെവലപ്മെന്റ് ലീഗിലെ ഒരു കിരീടം മാത്രമാണ്. അല്ലാതെ ബ്ലാസ്റ്റേഴ്സിന്റെ മെയിൻ ടീമിന് ഇതുവരെയായിട്ടും ഒരു മേജർ ട്രോഫി പോലും നേടാൻ സാധിച്ചിട്ടില്ല. ഡ്യൂറൻ കപ്പും അതുപോലെ തന്നെ ISLും ഇത്തവണ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കളിച്ച് കഴിഞ്ഞിട്ടുണ്ട്. രണ്ട് ലീഗിലും ബ്ലാസ്റ്റേഴ്സിന് കിരീടം നേടാൻ സാധിച്ചില്ല. എന്തായാലും ഡ്യൂറൻ കപ്പിന്റെ കാര്യം എടുത്താൽ അതിൽ ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫിലെങ്കിലും എത്താൻ സാധിച്ചു. എന്നാൽ പ്ലേ ഓഫിൽ ബംഗളൂരുവിനോട് തോറ്റ് പരാജയപ്പെടുകയായിരുന്നു. എന്നാൽ ISLിലേക്ക് എത്തിയപ്പോൾ പ്ലേ ഓഫ് പോലും കാണാതെയാണ് ബ്ലാസ്റ്റേഴ്സ് പുറത്തായത്. ഇനി ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെയും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെയും പ്രതീക്ഷ എന്ന് പറയുന്നത് സൂപ്പർ കപ്പ് തന്നെയാണ്. സൂപ്പർ കപ്പ് ഈ മാസം 21 തുടങ്ങുമെന്നായിരുന്നു നമ്മളെല്ലാം അറിഞ്ഞത്. എന്നാൽ ഇപ്പോൾ സൂപ്പർ കപ്പിന്റെ ഡേറ്റും അതുപോലെ തന്നെ മത്സരങ്ങൾ എന്ന് സ്റ്റാർട്ട് ചെയ്യും, അതുപോലെ തന്നെ ഏതൊക്കെ ടീമുകളാണ് മത്സരിക്കുന്നത് എന്നതിനെ പറ്റി ഇപ്പോൾ മത്സരക്രമങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് സൂപ്പർ കപ്പിന്റെ ഫിക്സ്ചർ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇന്ത്യൻ ഫുട്ബോൾ ടീം ഇപ്പോൾ ഒഫീഷ്യലായി തന്നെയാണ് ഈ ഫിക്സ്ചർ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 80% പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ദയവായി എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇതിനെ വീഡിയോയിൽ തന്നെ കടക്കാം. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് തന്നെയാണ് ആദ്യ ഉദ്ഘാടന മത്സരം വരുന്നത്. അക്കാര്യം നമ്മൾ മാർക്കസ് മുർഗലാവോട് അറിഞ്ഞതാണ്. എന്തായാലും മാർക്കസ് പറഞ്ഞ പ്രകാരം ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം തന്നെയാണ് ആദ്യം വരുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം 21 തീയതി നടക്കുമെന്നാണ് നമ്മളെല്ലാം അറിഞ്ഞതെങ്കിൽ 20 തീയതി ആയിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം. ഈസ്റ്റ് ബംഗാൾ തന്നെയാണ് എതിരാളികൾ. അത് മാർക്കസ് നമ്മളെ അറിയിച്ചൊരു കാര്യമാണ്. 20 ഏപ്രിലായിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം നടക്കുക. അന്നത്തെ ദിവസം തന്നെ വേറൊരു മത്സരം നടക്കുന്നുണ്ട്. മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസും അതുപോലെ തന്നെ ലീഗിലെ 3ാം സ്ഥാനക്കാരും തമ്മിൽ ആ മത്സരത്തിൽ ഏറ്റുമുട്ടും. കൂടാതെ ബ്ലാസ്റ്റേഴ്സിന് ആ മത്സരത്തിൽ വിജയിക്കാൻ സാധിച്ചാൽ, കാരണം ഏപ്രിൽ 20 നടക്കുന്ന മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിച്ചാൽ ബ്ലാസ്റ്റേഴ്സിന് ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറാം. ക്വാർട്ടർ ഫൈനലിൽ ബ്ലാസ്റ്റേഴ്സ് എത്തുകയാണെങ്കിൽ അവിടെ ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളിയായിട്ട് വരുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസും അതുപോലെ തന്നെ ലീഗിലെ 3ാം സ്ഥാനക്കാരും തമ്മിൽ മത്സരിച്ച് അവിടെ ആരാണോ വിജയിക്കുന്നത് അവരായിരിക്കും ക്വാർട്ടർ ഫൈനൽ മത്സരത്തിലെ ആദ്യ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളിയായിട്ട് വരുന്നത്. ആ ക്വാർട്ടർ ഫൈനലിൽ ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിച്ചാൽ ബ്ലാസ്റ്റേഴ്സിന് പിന്നീട് എത്താൻ സാധിക്കുക സെമി ഫൈനലിലേക്കായിരിക്കും. സെമി ഫൈനൽ മത്സരം നടക്കുക ഏപ്രിൽ 30 അതുപോലെ തന്നെ ക്വാർട്ടർ ഫൈനലിലെ മത്സരം നടക്കുക 26 തീയതി ആയിരിക്കും. അതായത് ഏപ്രിൽ 26 ആ മത്സരം നടക്കുക. അതുപോലെ തന്നെ പിന്നീട് സെമി ഫൈനൽ മത്സരം നടക്കുക ഏപ്രിൽ 30 സെമി ഫൈനലിലും വിജയിക്കാൻ സാധിച്ചാൽ പിന്നീട് ബ്ലാസ്റ്റേഴ്സ് എത്തുക ഫൈനലിലേക്കായിരിക്കും. ഫൈനലിൽ ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളി ആരാണെന്ന് നോക്കുകയാണെങ്കിൽ സെമി ഫൈനൽ 2 ആരാണ് വിജയിച്ചത് അവരായിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളിയായിട്ട് എത്തുക. അതുപോലെ തന്നെ ഇത്തവണ സൂപ്പർ കപ്പിന്റെ ഫൈനൽ നടക്കുക മെയ് 3 തീയതി ആയിരിക്കുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. മെയ് 3 സൂപ്പർ കപ്പിന്റെ ഫൈനൽ നടക്കുക. എന്തായാലും വെറും 4 വിജയങ്ങൾ കൊണ്ട് മാത്രം ബ്ലാസ്റ്റേഴ്സിന് ഇത്തവണ കിരീടം നേടാം എന്നതാണ് സൂപ്പർ കപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി എടുത്തു പറയുന്നത്. എന്തായാലും ആദ്യ മത്സരം വിജയിച്ചാൽ മാത്രമാണ് ഇതൊക്കെ സാധിക്കുക. ആദ്യ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനോട് പരാജയപ്പെടുകയാണെങ്കിൽ ഈ സീസൺ മുഴുവനായിട്ടും ബ്ലാസ്റ്റേഴ്സിനെ അവസാനിപ്പിക്കേണ്ടി വരും. ആദ്യ മത്സരം പരാജയപ്പെട്ടാൽ പിന്നീട് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. അതാണ് ഇത്തവണത്തെ സൂപ്പർ കപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്തായാലും ഡേവിഡ് കാറ്റല എന്ന പുതിയ പരിശീലകനിലൂടെ ആ കന്നി കിരീടത്തിലേക്ക് ബ്ലാസ്റ്റേഴ്സിന് എത്താൻ സാധിക്കുമെന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും സൂപ്പർ കപ്പിന്റെ കിരീടം മോഹിച്ച് തന്നെയാണ് സൂപ്പർ കപ്പിനായി ഇറങ്ങുന്നതെന്നാണ് ഇപ്പോൾ ഡേവിഡ് കാറ്റലയും വ്യക്തമാക്കിയിട്ടുള്ളത്.